എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ത് കോഴ്സ് എടുത്താലാണ് പെട്ടെന്ന് ജോലി കിട്ടുന്നത്? എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ എങ്ങനെയാണ് പഠിത്തം നടക്കുന്നത് എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവണം. അപ്പോൾ ബേസിക്കലി നമ്മുടെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജിലും നമുക്ക് ടെക്നിക്കൽ എക്സ്പോഷർ വളരെ കുറവാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യമാണ്. നമ്മുടെ ഒട്ടുമിക്ക ഇന്ത്യയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതേസമയം നമ്മൾ പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ US-ലായിരുന്നാലും ശരി, മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലായിരുന്നാലും ശരി, നമുക്ക് കാണാൻ കഴിയും നമ്മൾ തിയറി പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസും കാണും. ഞാൻ പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ കാണുന്നത് പോലെ മെഷീൻ ഷോപ്പിലുള്ള പണി മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ അവിടുത്തെ കോഡിങ്ങിനുള്ള കുറച്ച് ക്ലാസ്സസ് മാത്രമൊന്നുമല്ല. ദേ ആർ വർക്കിംഗ് ഓൺ ആക്ച്വൽ പ്രോജക്ട്സ്. അതായത് എഞ്ചിനീയറിംഗിനാണെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ ശരിക്കും അവർ ഒന്നുകിൽ ഒരു റേസ് ട്രാക്കിൽ ഓടാൻ കഴിയുന്ന ഒരു കാർ ഉണ്ടാക്കുകയാണ്. എയറോനോട്ടിക്കലാണെങ്കിൽ അവരൊരു മോഡൽ സൈസ് ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി ദേ ആർ ഫ്ലൈങ് that flight in an airspace. അതാണ് അവരുടെ പ്രോജക്റ്റ്. അതേസമയം നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു തമാശയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊക്കെ പഠിക്കുന്ന മിക്ക ആൾക്കാരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പുറത്ത് ISROയോ അതുപോലത്തെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ പോയി ഒരു 2-3 മാസം ഒരു പ്രോജക്റ്റിൽ അസിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെളിയിൽ പോയി ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഒരു കാറോ ഒരു റോബോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരും. ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് തിയററ്റിക്കൽ നോളജ് ഉണ്ടാവും, നമുക്ക് കുറേ ഡിഗ്രി ഉണ്ടാവും, ട്രാൻസ്ക്രിപ്റ്റ്സ് ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും. പക്ഷെ ശരിക്കും ഇതിൻ്റെ സ്കിൽസോ ടൂൾസോ യൂസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവില്ല. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ അപകടം. അപ്പോൾ ജോലി അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് എങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടാം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഇതിൽ തന്നെയുണ്ട്. അതായത് നിങ്ങളുടെ എംപ്ലോയേഴ്സ്, അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് എന്താണ് ആവശ്യം? അവർ നിങ്ങളെ ഹയർ ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. അവർക്ക് വേണ്ടത് സ്കിൽഡ് റീസോഴ്സാണ്. അതായത് ഓരോ കമ്പനിക്കുള്ളിലും അത് ഏത് ഡൊമൈനിലാണെന്ന് അനുസരിച്ച് ഓരോ പ്രോജക്ട്സ് കാണും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കോഡിംഗ് സർവീസസ് കൊടുക്കുന്ന ഒരു കമ്പനി, ഇൻഫോസിസ് ആയിരുന്നാലും TCS ആയിരുന്നാലും അതേപോലത്തെ കമ്പനീസിന് ആവശ്യം എന്താണ്? കോഡിംഗ് സ്കിൽസ് ഉള്ള ഒരു റീസോഴ്സിനെയാണ്. നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചു എന്നുള്ളതൊക്കെ ഒരു ഫാക്ടർ തന്നെയാണ്. എത്ര പെട്ടെന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും എന്നൊക്കെ അത് ഡിസൈഡ് ചെയ്യും. പക്ഷേ അൾട്ടിമേറ്റ്ലി ദേ ആർ ലുക്കിംഗ് ഫോർ എ സ്കിൽഡ് റിസോഴ്സ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ഒക്കെ കാര്യത്തിലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ബേസിക്കലി നിങ്ങൾക്ക് സ്കില്ലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് തരം പ്രോജക്ട്സിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം. എനിക്കൊരു ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗിലുള്ള ഒരു കാർ ഡിസൈൻ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രോജക്റ്റിലാണോ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം? അതിൻ്റെ ഏത് സൈഡിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം? അപ്പം ഞാൻ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ എക്സാമ്പിൾസ് ആയിരിക്കും, കാരണം ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്ക് ഡിസൈൻ സൈഡിലാണോ താല്പര്യം, എനിക്ക് ഓപ്പറേഷൻ സൈഡിലാണോ താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് മാനുഫാക്ചറിങ് സൈഡിലാണോ താല്പര്യം? ഈ ഓരോ ലൈഫ് സൈക്കിൾ ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഓരോ ഫേസിലും ഓരോ ഡിഫറെൻറ്റ് സ്കിൽ സെറ്റാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഡിസൈൻ മേഖലകളിലാണെങ്കിലും അതേപോലത്തുള്ള നമുക്ക് ഓട്ടോമോട്ടീവ് ഡിസൈൻ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആയിരുന്നാലും ശരി, CAD ടൂൾസിനായിരിക്കും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് തിയററ്റിക്കൽ നോളജും വേണം, അതേപോലെ തന്നെ CAD ടൂൾസ്, സോളിഡ് വർക്ക്സ്, കാറ്റിയ, അതേപോലത്തെ ആൻസിസ്, അതേപോലത്തെ CAD ടൂൾസിൻ്റെ സ്കില്ല് നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ഒരു മിനിമം ലെവലിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു CAD ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ അതിലുള്ള കറക്ഷൻസ് കണ്ടുപിടിക്കുക, അതിനെ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിവിഷൻസ് ചെയ്യുക, ഇങ്ങനെയുള്ള ബേസ് സ്കിൽസ് ആയിരിക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ബേസിക് സോളിഡ് വർക്ക്സിൻ്റെ ഒരു ക്ലാസ്സുകളും മറ്റുമൊക്കെ കാണും. അതൊക്കെ വളരെ വളരെ ഫണ്ടമെൻറ്റൽസ് ആണ്. അതിലും ഒരു സ്റ്റെപ്പ് ഫേർദറായിട്ട് നിങ്ങൾ പുറത്ത് പോയി നിങ്ങളുടെ കാശ് ചിലവാക്കി ഒരു സോളിഡ് വർക്ക്സിൻ്റെ ബിഗിനർ ടു അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷൻ നിങ്ങൾ എടുത്തു വെക്കണം. അതേപോലെ തന്നെ ഓരോ മേഖലയിലും നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫൈനൽ ഇയർ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾ ഈ സർട്ടിഫിക്കേഷൻസ് കൈക്കലാക്കി വെക്കണം. അപ്പോൾ നിങ്ങളൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിനോ പഠിത്തം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ എൻ്റെ മാർക്കാണ്, ഇതൊക്കെ എൻ്റെ ഡിഗ്രിയാണെന്ന് കാണിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഞാൻ 100% ഗ്യാരണ്ടി പറയാം, അവർ ശരിക്കും ആ ഒരു സർട്ടിഫിക്കറ്റിനായിരിക്കും കൂടുതൽ ഗ്യാരണ്ടി, അല്ലെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റിനായിരിക്കും കൂടുതൽ വില കൊടുക്കുന്നത്.
കാരണം ഇമ്മീഡിയറ്റ്ലി അവർക്ക് നിങ്ങൾ വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ പറയുകയാണ് എനിക്ക് ഈ സ്കില്ലുണ്ട്, അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് എന്തായിരിക്കും, ഇന്ന ഒരു പ്രോജക്റ്റിന് ഈ ആൾ കറക്റ്റ് ആയിരിക്കും. ഈ ആളുടെ പാഷനും ഈ ആളുടെ സ്കിൽസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലെ ഒരു നല്ല റീസോഴ്സ് നമ്മുടെ കമ്പനിക്ക് കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി സ്കിൽ ട്രംസ് എവറിത്തിങ്. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പഠിച്ചിറങ്ങി ജോലി ആണ്, എത്രയും പെട്ടെന്നൊരു ജോലിയാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രിയിലും മാർക്കിലും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സ്കിൽസ് മാത്രമല്ല, സർട്ടിഫൈഡ് സ്കിൽസ് പുറത്ത് പോയി നിങ്ങൾ ആ സ്കിൽസ് ഗെയിൻ ചെയ്യുകയും മറ്റൊരു തേർഡ് പാർട്ടി വെണ്ടറിൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഒബ്റ്റെയിൻ ചെയ്യുകയും അത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതാണ് പഠിത്തം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനുള്ള എൻ്റെ ഒരു അഡ്വൈസ്.